ഹായ്. ഇന്ന് നമ്മൾ പാറമത്തെ വീട്ടിലാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പാറമത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന മുന്നേ എൻ്റെ ജയമോൾ പറഞ്ഞിരുന്നതാണ് നമുക്ക് അവിടെ ചെന്നാൽ ഒരു ദിവസം പാടത്തൊക്കെ എങ്ങനെയായാലും പോകണം, അവിടെ കുളത്തിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പോകാമല്ലോ കരുതി. അപ്പോൾ പോകുന്ന ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് കരുതി. നമ്മളെ വീടിനോട് തൊട്ടടുത്ത് ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് നല്ല മഴ തന്നെ ആയിരുന്നല്ലോ. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങൾ പാടത്തൊക്കെ പോകുന്ന അന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ പാടം കാണാൻ നല്ല രസമുണ്ട്, നല്ല കാറ്റും. അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ ചൂട് ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിനിടയിൽ ഒരു കോള് വന്നു. അപ്പോൾ കട്ട് ചെയ്യാൻ പോയി. പിന്നെ ഞാനും എൻ്റെ 2 മക്കളും കൂടി മാത്രമാണ് ഈ പോകുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവരും നമ്മളെ കൂടെ ഉണ്ട്. അവരും ഇതുപോലെ വന്നിരുന്നു. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. പാടത്തെ വെള്ളമാണെങ്കിൽ നല്ല ചെളിയുള്ള വെള്ളമായിരിക്കും. ചിലതിനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചെളി ഉണ്ടായിരിക്കും. നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിടിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഒരു വെള്ളച്ചാട്ടമാണോ? ഇത്രയൊക്കെ വലിയ വെള്ളച്ചാട്ടം, ഇതിനെക്കാട്ടും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയാൽ, പുറത്തെ നാടുകളിൽ നമ്മൾ ട്രിപ്പൊക്കെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കാണും. ഇതിപ്പോൾ നമ്മളെ സ്വന്തം നാടല്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. അപ്പം നമുക്ക് ഇതൊക്കെ ഒരു കൗതുകം തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ളതല്ലേ. നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ക്യാഷ് എടുത്തിട്ടോ നമുക്ക് എങ്ങോട്ടോ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മളെ നാടിനോട് ചേർന്ന് കിടക്കുന്ന, വീടിനോട് ചേർന്ന് കിടക്കുന്ന കായലും തോടും കാര്യങ്ങളും പാടവും ഇതൊക്കെ നമുക്കൊരു രസം. മൂത്ത ആൾ ഇതേ ചെറിയ മോളെ പ്രായമുള്ള സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്നും അവരെ കുഞ്ഞു മനസ്സിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതേപോലെയാണ് ഇപ്പോൾ ചെറിയ ആൾക്ക് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോവുക, അങ്ങോട്ട് പോവുക, അവിടെ പോയി വേറെ കാണാമെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരിത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവളുടെ അടുത്ത് അങ്ങോട്ട് പോകുക. അപ്പോൾ അവിടുന്ന് കുറേ കുട്ടികൾ കുളിക്കുന്ന ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ കൂടെ വന്ന് അങ്ങനെ ഞങ്ങളും ഈ കുട്ടികൾ ചാടി കുളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട്. അപ്പോൾ ആദ്യം കണ്ടതിനെക്കാട്ടിലും നല്ല സ്ഥലമാണ് ഇത് നമുക്കറിയാം. ഇങ്ങോട്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത്. ഇവിടേക്ക് എന്താ 5 തെങ്ങോ 6 തെങ്ങോ അങ്ങനെ എന്തോ പറയും ഈ ഒരു മക്കളെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തിന് കേട്ടോ. ഇവിടെ ഒരു കാക്ക ഉണ്ട്. ഈ കുട്ടികളെ കൂടെ അവരെ നോക്കാനൊക്കെ ഉള്ള ഒരു കാക്കയുണ്ട്. വലിയ കുണ്ടും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വെള്ളം നല്ല ശക്തിയിൽ ഒഴുകി വന്ന് വീഴുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നീന്തലറിയാത്ത മക്കൾക്കൊക്കെ നീന്തൽ പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ. എന്നാലും ഇതിന് മുമ്പ് കുറച്ചുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഈ വെള്ളം ചാടുന്ന സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ വീഡിയോ ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തെ കാക്ക ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് മക്കളങ്ങനെ കുളിപ്പിക്കാനും അവിടെ അത്ര ശക്തിയിൽ ഇങ്ങനെ വന്ന് ചാടുന്ന ഒരിതില്ല. അവിടെ നീന്തൽ പഠിപ്പിക്കാനും ഒക്കെ നല്ല പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ കല്യാണമൊക്കെ നടക്കുന്ന ഇതിൻ്റെ മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഈ ഒഴിഞ്ഞ പാടങ്ങളൊക്കെ ഈ പന്ത് കളിയൊക്കെ ഒരുപാട് നടന്നിരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. മഴ ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ഈ പാടത്ത് അങ്ങനെ പന്ത് കളി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. കുറേ കുട്ടികളായിട്ട് കളിക്കുന്ന വേറൊരു പാടം ഉണ്ടാവും. അതായത് ഓരോ കണ്ടങ്ങളായി ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വലിയവർ കളിക്കുന്നത് വേറെയും കുട്ടികൾ കളിക്കുന്നത് വേറെയും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അത് കാണാൻ ഒരുപാട് ആൾക്കാർ വരിക. അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഈ പാടത്തേക്ക് പോയാലൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. എൻ്റെ ജിയമോളുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അയൽവക്കത്ത്. അപ്പോൾ അവർ നമ്മൾ വരുമ്പോൾ വിളിച്ചപ്പോൾ അവർ അപ്പില്ലേ പറഞ്ഞു. പിന്നെ നമ്മളിങ്ങോട്ട് പോകുന്ന പറഞ്ഞപ്പോൾ അവരെ മക്കൾ അവരോട് പോവുക എന്ന് പറഞ്ഞ് അങ്ങനെ തിരക്കി പിടിച്ചിട്ട് അവരും വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽപ്പെട്ട നമ്മളൊരു കുഞ്ഞ് പൈതലുണ്ടായിരുന്നു. ആ കുഞ്ഞ് പൈതലിനെ വേഗം കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇസു ബേബിയാണിത്. അപ്പോൾ ഇസു ബേബിയും സിയ ബേബിയും എല്ലാവരും വെള്ളത്തിലിറങ്ങി ആവശ്യത്തിന് നല്ല കളിച്ച് കയറി. 1-2 മണിക്കൂർ ഞങ്ങളവിടെ ഇതിനു വേണ്ടി സമയം ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല റോഡിലൂടെ വരുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളെക്കാട്ടി ആളുകളും കൂടിപ്പോയി. അപ്പം അവർക്ക് എന്തായാലും ഈ പാടത്തിലൂടെ തന്നെ പോകണമെന്ന്. ഞാൻ ആവുമെന്ന് പറഞ്ഞ് തണ്ട് നല്ല ചളിയാണ്, വഴിക്ക് പോകും, നമ്മൾ ചെരുപ്പ് താവും പിടിക്കും ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു തുരങ്കം പോയി പോകുന്ന മാതിരിയാണ് ഈ സ്ഥലത്ത് കൂടെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ ഇവിടെ പന്ത് കളിയൊക്കെ നടന്ന സമയത്ത് ഇതിലൂടെയൊക്കെ എപ്പോഴും ആളുകൾ കാണാൻ വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ നല്ല വെളിച്ചം കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇത്ര കാട് പിടിച്ചിട്ടില്ലേന്ന്. ഇപ്പം ഇതിലൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടോയെന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് ചെളി വെള്ളത്തിൽ കൂടെ എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഇതിൽ കൂടെ തന്നെ തിരിച്ചു പോകണമെന്ന്.
എല്ലാവരും മുന്നിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും മുന്നിൽ നടക്കും, ഞാൻ പിറകിൽ വരാറുണ്ട്. ഞാനങ്ങനെ ലാസ്റ്റിലാണ് നടക്കുന്നത്. ലാസ്റ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും. വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്ക് യാതൊരു ധൈര്യമില്ല. ഞാൻ വലിച്ച തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്ന പോലെ ഉണ്ട്. ഏതായാലും നമ്മൾ ഈ ഒരു റോഡ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ. നമ്മളെല്ലാവരും പോയിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ കലക്കാണത്. അതോ കാണുന്നതാണ് അവരെ വീട്, ഇതാണ് നമ്മുടെ വീട്. നമ്മൾ രണ്ടും തൊട്ടടുത്ത വീടുകളാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നതാണ് ഈ വെള്ളം. ഈ വെള്ളം നേരിട്ട് പോകുന്നത് പാടത്തേക്കാണ്. ഒരുപാട് ദിവസങ്ങൾ ഇതേപോലെ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്ന സമയത്ത് നമ്മളെ റോഡിൻ്റെ ഫ്രണ്ടൊക്കെ ആകെ വലിച്ച തോട് പോലെ കേട്ടോ. റോഡ് എന്ന് പറയാൻ കഴിയില്ല, പിന്നെ തോടായിരിക്കും. വേനൽക്കാല സമയങ്ങളിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ഇത് റോഡായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞങ്ങളെ ആവശ്യങ്ങൾക്ക് പോകാനും വരാനും ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇതേപോലെ വെള്ളം ഒലിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ നല്ലതുപോലെ മീനുകൾ ഉണ്ടാവും കേട്ടോ. രാത്രി സമയങ്ങളിലാണ് കൂടുതലും നല്ല മീനുകൾ ഉണ്ടാവുക. ഒരു 10-20 വർഷമായിട്ടാണ് ഞങ്ങളിവിടെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. ആ കാലം മുതലേ ഇതുപോലെ തന്നെയാണ്. മഴക്കാലത്ത് നമ്മളെ ഇതിലൂടെ സ്ഥിരമായിട്ട് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇതിലും കൂടുതൽ വെള്ളം ഒഴുകി വന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ കോൺക്രീറ്റ് ഇട്ടിട്ട് റോഡാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അന്നൊന്നും ഇത്ര വണ്ടികളും കാര്യങ്ങളൊന്നും നമ്മളെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ഈ വെള്ളം ഒരുപാട് ഇങ്ങനെ കുത്തിയൊലിച്ച് പോയിട്ട് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ റോഡൊക്കെ പറ്റ കുണ്ടും കുഴിയൊക്കെ ആയതിൻ്റെ പേരിൽ വരില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മളവിടെ കോൺക്രീറ്റ് ഇട്ട നല്ല റോഡൊക്കെ വന്ന് പകൽ സമയങ്ങളിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടത്. ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ അത്രയും സൂം ചെയ്തിട്ട് എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.